ഹായ്, ഒരു കഥ കേൾക്കാൻ വരുന്നു. ഒരു കുറുക്കൻ ദാഹിച്ചു വലഞ്ഞ് നടക്കുകയായിരുന്നു. ആ സമയത്താണ് അവൻ ചുറ്റുമതിലില്ലാത്ത ഒരു കിണറിനരികെ ഒരു ബക്കറ്റ് കണ്ടത്. കപ്പിയും കയറുമായി ബന്ധിപ്പിച്ച ആ ബക്കറ്റിലേക്ക് അവൻ കയറി കിണറിലേക്ക് ഇറങ്ങി. അവൻ മതിയാവോളം വെള്ളം കുടിച്ചു. വെള്ളം കൂടി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത്, ഞാൻ ഇനി എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടും. ആ സമയത്താണ് ആ വഴി ഒരു ചെന്നായ കടന്നു വന്നത്. ചെന്നായ ചോദിച്ചു, എടാ കുറുക്ക, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? കുറുക്കൻ പറഞ്ഞു, എടാ, ഈ കിണറിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിനക്ക് വയറ് നിറയെ പിടയ്ക്കുന്ന മത്സ്യങ്ങളെ കഴിക്കാം. ഈ കയറിന്റെ മറ്റേ അറ്റത്ത് ഒരു ബക്കറ്റ് ഉണ്ട്, അതിൽ കയറി നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് കേട്ടതും ചെന്നായ ബക്കറ്റിൽ കയറി താഴെ ഇറങ്ങിയതും കുറുക്കൻ കിണറിന്റെ മുകളിലെത്തി രക്ഷപ്പെട്ടതും ഒരുമിച്ചായിരുന്നു. ചെന്നായ മത്സ്യങ്ങളെ കുറെ നേരം തപ്പി നോക്കി, പക്ഷെ ഒറ്റ മത്സ്യങ്ങളെയും അവൻ കണ്ടില്ല. ചെന്നായക്ക് മനസ്സിലായി, ഈ കുറുക്കൻ എന്നെ ചതിക്കുകയായിരുന്നു. നമ്മുടെ ചില വിചാരങ്ങൾ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടും. ചില ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കും, എന്നാൽ മറ്റു ചില ആളുകൾ പ്രശ്നങ്ങൾ പഠിച്ച ശേഷമാണ് പ്രതികരിക്കുക. അങ്ങനത്തെ ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മുടെ പെട്ടെന്നുള്ള പ്രതികരണമാണ് പല അക്രമങ്ങൾക്കും അനീതികൾക്കും ഇടയാകുന്നത്. ഇതാണ് പല ഭീകരവാദങ്ങൾക്കും തീവ്രവാദങ്ങൾക്കും കാരണമാവുന്നത്. നാം സൂക്ഷിച്ചാൽ നാം ദുഃഖിക്കേണ്ട. ഗുഡ് ബൈ.